സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ 2 മിനിറ്റ് എടുക്കുകയാണ്. ഞാനും അഷ്റഫും വന്നതിന് ശേഷം ദിവസവും ഓരോ കൂട്ടായ്മ അല്ലെങ്കിൽ ഓരോ വീടുകളിലേക്ക് സൽക്കാരത്തിന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് അഷ്റഫിനെ എന്നെ നിർബന്ധമായും വിളിക്കാറുണ്ട്. ഞാൻ മറ്റു പല മേഖലകളിലും പോകുന്നതുകൊണ്ടും മോള് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പാൻ പറ്റി പറയണം. ഞാൻ അവിടെ ഇങ്ങനെ കൂടാനാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ KMCC എന്ന 4 അക്ഷരം അബുദാബിയിൽ നിന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് ഞാൻ 10 തവണ KMCC ആയതുകൊണ്ടാണ് ഞാൻ വരുന്നത്. നാളെ എൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളാണ്. എനിക്ക് ചെന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. ഒരു 40ഓളം പേരുണ്ട്. ഞാനതിൻ്റെ ചെറിയ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോഴാണ് ഇവിടെ ഒഴിവാകുന്നത്. പിന്നെ KMCCയെ സംബന്ധിച്ച് ഒരു ആദ്യമായിട്ട് പറയാനുള്ളത്, ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന 4 അക്ഷരമാണ് ലോകത്തിൽ. നിങ്ങൾ മാത്രമല്ല, ലോകത്തിൽ ഏത് മൂലയിലുമുള്ള KMCC ദശവർഷക്കാലമായി കൊണ്ട് ഞാനത് നോക്കി കാണുന്ന ഒരാളാണ്. അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കുന്നില്ല. ഒരുപാട് അനുഭവം എനിക്കുണ്ട് KMCCയുമായി ബന്ധപ്പെട്ട്. ഇത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയാണെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന, അത്യാപത്തുകൾ നേരിടുന്ന ഏതൊരാളാണെങ്കിലും കൊടിയുടെ നിറമോ പേരിന്റെ വ്യത്യസ്തതയോ നോക്കാതെ അവരെ ചേർത്ത് പിടിച്ച് ലോകത്തെമ്പാടുമുള്ള KMCCക്കാർ എങ്ങനെ ഇത് കഴിയുന്നു എന്ന് ഞാൻ ഇത്തരത്തിലൊരു സങ്കടം ലോകത്തിൽ എവിടെയും മറ്റൊന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഉറപ്പാക്കി പറയുന്നതല്ല. എനിക്ക് ഒരുപാട് KMCCയുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയാം, അവരുടെ പ്രവർത്തനത്തെ കുറിച്ചറിയാം. പലപ്പോഴും മുനവറലി ശിഹാബ് തങ്ങളുമായി സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം. പല ആളുകളും, പ്രത്യേകിച്ചും മുസ്ലിം സഹോദരന്മാരല്ലാത്ത ആളുകൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അവരെ സഹായിച്ചിട്ടുള്ള ഒരുപാട് അനുഭവം എനിക്ക് നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചവർ നല്ല കുപ്പായും പാന്റും സൂട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ മണലാരണ്യത്തിൽ എത്ര കണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഒന്ന് പറയാനുള്ളത്, ഞാൻ ഇന്ന് പ്രതിദാനം ചെയ്യുന്നത് വളാഞ്ചേരിയിലെ ശിവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നല്ല സാന്നിധ്യമായി ചെറുതര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്ററാണ്. ഡയാലിസിസ് സെന്റർ ചെറുതായിട്ടാണെങ്കിലും 4 മെഷീനുണ്ട്. സൗജന്യമായി മരുന്ന് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. ആംബുലൻസ് സർവീസ് ഉണ്ട്. ബോഡി ഫ്രീസർ ഉണ്ട്. കുടിവെള്ള വിതരണ പദ്ധതിയുണ്ട്. തുടങ്ങി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിവിടെ എന്തിനാ വിശദീകരിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങളൊന്നും വീട്ടിലില്ലാതെ മറ്റു ദേശങ്ങളിൽ ഈ മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി മേഖലയിൽ, വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് അകത്ത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, എന്താവശ്യമുണ്ടെങ്കിലും സമീപിക്കാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്നൊരു ആംബുലൻസിന്റെ ആവശ്യമുണ്ട്, ഒരു ഡോക്ടറെ കാണാൻ അത്യാവശ്യവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അയൽവാസികൾ ഇവിടെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾ മരുന്നിന്റെ ആവശ്യമുണ്ട്. എന്താണെങ്കിലും ഇത് വെറുമാക്കല്ല, ബന്ധപ്പെടാവുന്നതാണ്. എന്നെ വിളിക്കാം, അല്ലെങ്കിൽ അക്ഷരത്തിനെ വിളിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന പോലെ നിങ്ങളുടെ നേതാവിന്റെ ഒരു സഹചാരി എന്നുള്ളതിലേക്ക് നിങ്ങൾ ഇത്രയൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് 101% മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് അഭിമാനിക്കാം, മറ്റുള്ളവർക്ക് അസൂയാവഹമായിട്ട് നിങ്ങൾ നമ്മുടെ ചെയർമാനെ നോക്കിക്കാണാം. കാരണം അത്തരത്തിലാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത്. വളാഞ്ചേരി പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം മുനിസിപ്പാലിറ്റിയായി 2 ടേമായി ഇതിനിടയ്ക്ക് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പ്രതിപക്ഷമില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഭരണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചെയർമാനാണ് അഷ്റഫ് എന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അത് അഭിമാനിക്കാവുന്നതാണെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. പിന്നെ എന്റെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നതുകൊണ്ട് പറയാം, ഞാൻ 38 വർഷക്കാലമായി കൊണ്ട് നോമ്പ് കൃത്യമായി എടുക്കാറുണ്ട്. ഒരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് 8 ദിവസം മാത്രമാണ് എനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നോമ്പ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നോമ്പിന്റെ പ്രസക്തിയും ആവശ്യകതയും
മാലോകരെ അറിയിക്കുകയും അതുപോലെ തന്നെ ജാതി മത വ്യത്യാസം നോക്കാതെ ഒന്നിച്ചൊരു കുടക്കയിൽ നിന്ന് സംസാരിച്ചൊന്ന് ചിരിച്ചൊന്ന് കൈപിടിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അനുഭവിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസക്കാലം നിസ്കരിക്കാൻ ഞാൻ മെനക്കെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസക്കാലം ഒരു ചന്തയ്ക്കോ ഒരു പ്രശ്നത്തിനോ ഒന്നും ഞാൻ പോകാറില്ലെന്ന് മാത്രമല്ല, രഹസ്യമായിക്കൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ ഒരു മാസം ഞാൻ ചെയ്യാറുണ്ട്. അതിൽ ഒരുപാട് സംതൃപ്തിയുണ്ട്, ശാരീരികവും മാനസികവുമായിട്ട്. എൻ്റെ ഭാര്യ അത്ര അധികം കാലം നോമ്പൊന്നും എടുത്തിട്ടില്ല. 3 വർഷം ഞാൻ തുടക്കത്തിൽ 3 വർഷം നോമ്പെടുത്തിരുന്നു, പിന്നെ കഴിയാതെ പോയി. അതിനുള്ള താണില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും ഈ ബുദ്ധിയും ഈ ശരീരവും ഉള്ളിടത്തോളം കാലം ജീവിതാവസാനം വരെ ഈ റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ തന്നെയാണ് തീരുമാനം. അത് ഇത്തരത്തിലുള്ള നോമ്പുകൾ അതിന്റെ വഴിക്ക് നടക്കും. എനിക്ക് പ്രചോദനം എന്ന് പറയുന്നത് അവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് മുസ്തഫ എന്നൊരു പത്രപ്രവർത്തകർ. അദ്ദേഹം വെറുതെ ഒരു ദിവസം പറഞ്ഞതാണ് 4 ദിവസം നോമ്പെടുത്ത് നോക്കുന്നത്. 4 ദിവസത്തിപ്പോൾ നിർത്താൻ തോന്നിയില്ല. ആ വർഷം ആ മാസക്കാലം അത്രയും എടുത്തപ്പോൾ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഭൂതിയാണ് എന്നെ ഇത്രയും കാലം തുടർച്ചയായിട്ട് എടുക്കാൻ പ്രേരിപ്പിച്ചത്. നിങ്ങൾ അത്രയും സമയം കവർന്നതിൽ ക്ഷമിക്കണം, പറയാതിരിക്കാൻ കഴിയില്ല. KMCCയുടെ ഒരു വേദി ആയതുകൊണ്ടാണ് ഞാൻ വാചാലനായത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.